ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിറ്റ്ലറിന് സമാനമായ നേതാവാണെന്ന് തുറന്നടിച്ച് പാലസ്തീൻ നേതാവ് ഡോക്ടർ മുസ്തഫ ബർഗൂദി. ഗാസയിലും ലെബനനിലും കൂട്ടക്കുരുതിയാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇതിന് പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് നയമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. 2023 ഒക്ടോബറിൽ അവർ ആരംഭിച്ച ആക്രമണങ്ങൾ ക്രൂരമായ നരഹത്യയാണെന്ന് മനസ്സിലാക്കാൻ ലോകത്തിന് 14 മാസം എടുത്തു. എന്നാൽ തങ്ങൾക്കത് ആദ്യം തന്നെ മനസ്സിലായ കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം തികച്ചും സത്യസന്ധമാണെന്ന് തന്നെ പറയാം. എന്തെന്നാൽ പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ പുറത്തുനിന്ന് കാണുന്നവരാണ് മറ്റുള്ള രാഷ്ട്രങ്ങൾ. എന്നാൽ അത് നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് അവിടുത്തെ ജനങ്ങളാണ്. 2023 ഒക്ടോബർ 7-നാണ് പാലസ്തീനിലെ തീവ്രവാദ സംഘടനയായ ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയത്. നിരവധി ഇസ്രായേലികളെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവിടെ നിന്നിങ്ങോട്ട് ലോകം കണ്ടത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതക പരമ്പരയാണ്. അതിപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നതാണ് ഏറ്റവും പ്രയാസമേറിയ കാര്യം. ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി അനുഭവിക്കേണ്ടി വരുന്നത് പാലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങളാണ്. ഹമാസ് പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗാസയിലാണ്. അതുകൊണ്ട് തന്നെ ഗാസയാണ് ഇസ്രായേലിന്റെ പ്രധാന കുരുതിക്കളമായി മാറിയത്. ഗാസയിലെ 4 പട്ടണങ്ങൾ ഇതിനോടകം നിലംപൊത്തി. ലെബനനിലും യമനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കും ഒട്ടും കുറവില്ല. ആശുപത്രികളെപ്പോലും ഇസ്രായേൽ വെറുതെ വിടുന്നില്ല. 55,000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടു. അതിൽ പകുതിയിലധികവും സ്ത്രീകളും കുട്ടികളുമാണ്. പലരും നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്നു. ഇപ്പോഴും അത് തുടരുന്നു. ജീവന് യാതൊരു സുരക്ഷയുമില്ലാതെ, ഉറ്റവരെ നഷ്ടപ്പെട്ട്, കൂടെയുള്ളവർ നാളെ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാതെ അനേകായിരം ജനങ്ങളാണ് ദിവസവും പലായനം ചെയ്യുന്നത്. ലോക രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ വരുത്തുന്നത്. ഇത്രയൊക്കെ ആയിട്ടും പാലസ്തീനിലേക്കുള്ള ആക്രമണങ്ങളിൽ അയവ് വരുത്താൻ നെതന്യാഹു തയ്യാറാകുന്നില്ല. അറുതിയില്ലാതെ തുടരുന്ന യുദ്ധത്തിൽ ഇനിയും എത്ര പേർ കൊല്ലപ്പെടുമെന്നുള്ളതിൽ ഉറപ്പില്ല. പാലസ്തീന്റെ പൂർണ്ണമായ പതനമാണ് നെതന്യാഹു ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഹിറ്റ്ലറിനെ പോലെ മനസാക്ഷി മരവിച്ചു പോയൊരു നേതാവായി മാറിയിരിക്കുകയാണ് നെതന്യാഹു.